റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അതും നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. റാഗി കൊണ്ടുള്ള സ്നാക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഒരു പഴം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നെയ്യിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഉണക്കമുന്തിരിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ല. പിന്നെ ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ചേർക്കണമെന്ന് ചേർത്താൽ കുറച്ചുകൂടെ ഒന്ന് കടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 നുള്ള് ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും അത് ഒഴിവാക്കാം. പിന്നെ ഞാനൊരു ഏലക്കായ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഏലക്കായ ചതച്ചത് ചേർക്കുന്നതിന് പകരം ഏലക്കായ പൊടിച്ചത് ചേർക്കുന്ന കേട്ടോ കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ ഏലക്കായൻ്റെ ആ കുരുവൊക്കെ അങ്ങനെ നമ്മൾക്ക് കടിച്ചു പോകും. അപ്പോൾ അത് നിങ്ങൾ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പഴത്തിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പാനിക്കനുസരിച്ച് നിങ്ങളിതിൽ പൊടി കൂടുതൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ റാഗിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് ആവിയിൽ വേവിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിക്കുക. ഒന്നായിട്ട് വെള്ളം ഒഴിക്കാണ്ട് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് നോക്കുക എത്ര വെള്ളം വേണം എന്നുള്ളത്. അത് ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതിവിടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, കോരി ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴിക്കാൻ പറ്റണം. ഇനി നമുക്ക് ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. പെട്ടെന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ലേ? കണ്ടോ, ഇതുപോലെ വീഴണം. ഇനി നമുക്കിതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ നമുക്കൊന്ന് നിരത്തി വെച്ചതിന് ശേഷം ഇതിനൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ആവിയിലേക്ക് വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് നിങ്ങളൊരു ടൂത്ത് പിക്കോ കത്തിയോ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കിയിട്ട് നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ അത് ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ ഇതൊന്ന് നമുക്കിതൊന്ന് മാറ്റാൻ എളുപ്പത്തിൽ എടുക്കാൻ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് റാഗി ആയതുകൊണ്ട് തന്നെ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോന് അയൺ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ കഴിക്കും. അവർ ഇത് കുറുക്കിയൊന്നും കൊടുത്താൽ കഴിക്കില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.